നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മടവാക്കരയിൽ കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. ചോർച്ചയുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കിടെ. പാചകവാതക പൈപ്പ് ലൈൻ ചോർച്ചയെ തുടർന്ന് അതീവ ജാഗ്രത നിലനിൽക്കുന്ന പാലിയേക്കരയിൽ നാട്ടുകാരെ പരിഭ്രാന്തരാക്കി തീപിടുത്തം. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം. ആളൂരിൽ 8 ലക്ഷം രൂപയുടെ ജോബ് വിസ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ചെന്നൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ പുതുക്കാട് യൂണിയന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 19 മുതൽ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആമ്പലൂർ മണലിക്ക് സമീപം മടവാക്കരയിൽ കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. ചോർച്ചയുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കിടെ. വലിയ തോതിൽ LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ വാൽവ് അടച്ചു. പൈപ്പ് ലൈനിൽ തങ്ങി നിന്നിരുന്ന വാതകമാണ് ചോർന്നുകൊണ്ടിരുന്നത്. പുതുക്കാട് അഗ്നിരക്ഷാസേന ചോർച്ചയിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ചോർച്ചയുണ്ടായ പ്രദേശത്തിന്റെ ഏതാനും ചുറ്റളവിൽ ഗന്ധം അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മേഖലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസും അഗ്നിരക്ഷാസേനയും വില്ലേജ് ഓഫീസ് അധികൃതരും എത്തി മുൻകരുതലുകൾ സ്വീകരിച്ചു. വീടുകളിലും സ്ഥാപനങ്ങളിലും തീ ഉപയോഗിക്കുന്നതിലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പൈപ്പ് ലൈനിന്റെ ചുമതലയുള്ള KSPPL, പെട്രോളിയം കമ്പനികളായ BPCL, IOCL അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. KK രാമചന്ദ്രൻ MLA, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KA സുരേഷ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പാചകവാതക പൈപ്പ് ലൈൻ ചോർച്ചയെ തുടർന്ന് അതീവ ജാഗ്രത നിലനിൽക്കുന്ന പാലിയേക്കരയിൽ നാട്ടുകാരെ പരിഭ്രാന്തരാക്കി തീപിടുത്തം. ഗ്യാസ് ചോർച്ചയുണ്ടായ സ്ഥലത്തിന് വെറും 1/2 കിലോമീറ്റർ മാത്രം അകലെ പാടത്താണ് തീ പടർന്നത്. പുതുക്കാട് അഗ്നിരക്ഷാസേന സമയോചിതമായി ഇടപെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ബുധനാഴ്ച ഉച്ചയോടെയാണ് മണലി സമാന്തര പാതയ്ക്ക് സമീപം പാടത്ത് തീ പടർന്നത്. പാതയോരത്തെ വർക്ക്ഷോപ്പുകൾക്ക് സമീപമുള്ള മാലിന്യ കൂമ്പാരത്തിന് ആരോ തീയിട്ടതാണെന്ന് കരുതുന്നു. കനത്ത കാറ്റിൽ തീ അതിവേഗം പാടത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. ഗ്യാസ് പൈപ്പ് ലൈൻ ചോർച്ച തുടരുന്നതിനിടെയുണ്ടായ ഈ തീപിടുത്തം പ്രദേശവാസികളെ വലിയ ഭീതിയിലാഴ്ത്തി. ശക്തമായി പുറന്തള്ളുന്ന ഗ്യാസ് കാറ്റിന്റെ ഗതിയിൽ ദേശീയപാതയോരത്തേക്കും എത്തുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതേ ദിശയിലേക്ക് തീ പടർന്നത് ദുരന്ത സാധ്യത വർദ്ധിപ്പിച്ചു. എന്നാൽ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ഉടനടി സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയതോടെയാണ് ആശങ്കയ്ക്ക് അറുതിയായത്. പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം. മുതിർന്ന നേതാക്കളുടെ സ്മരണ പുതുക്കിയും അനുഗ്രഹം തേടിയുമായിരുന്നു സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം. ആദ്യമായി മുൻമന്ത്രി PP ജോർജിന്റെ പുതുക്കാട് ഫെറോന പള്ളിയിലെ കല്ലറയിലെത്തി അദ്ദേഹം പ്രണാമമർപ്പിച്ചു. തുടർന്ന് PP ജോർജിന്റെ വസതി സന്ദർശിച്ച ബാബുരാജ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. അളഗപ്പ നഗർ കോൺഗ്രസ് ഓഫീസിൽ നിന്നാരംഭിച്ച ആവേശകരമായ ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയായിരുന്നു മണ്ഡലത്തിലെ തുറന്ന ജീപ്പിലുള്ള പര്യടനം. UDF പ്രവർത്തകരുടെ വലിയ നിരയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ അണിനിരന്നത്. ഇതിനു പിന്നാലെ തൃശൂരിലെ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം മുൻമന്ത്രി KP വിശ്വനാഥന്റെ തൃശൂരിലെ വീട്ടിലും സന്ദർശനം നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, DCC സെക്രട്ടറി കല്ലൂർ ബാബു, കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF നിയോജകമണ്ഡലം പ്രസിഡന്റ് KL ജോസ്, കേരള കോൺഗ്രസ് നേതാവ് MP പോളി എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, നിയോജകമണ്ഡലത്തിൽ നിന്ന് പ്രതികരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്
തീർച്ചയായും വിജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നേരത്തെ കഴിഞ്ഞ 87 മുതൽ 20 കൊല്ലക്കാലം ഇവിടെ കോൺഗ്രസ്സാണ് KP വിശ്വനാഥൻ ജനപ്രതിനിധിയായി ഇവിടെ ഭരണം നടത്തിയ കാലത്താണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുള്ളത്. അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നും പൂർത്തീകരിക്കാതെ തുടർന്ന് വന്ന LDFിന് നേതൃത്വമുള്ള ജനപ്രതിനിധികളൊന്നും ചെയ്യാത്ത പല പദ്ധതികളും വലിയ വിഭാവനം ചെയ്തിട്ടുള്ള കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾ ഇന്ന് ഇവിടെ മുടങ്ങിക്കിടക്കുക. പ്രത്യേകിച്ച് ഏറ്റെടുത്ത് പറയാവുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആറ്റപ്പള്ളി റെഗുലേറ്റർ പിടിച്ചു, അതുപോലെ തന്നെ തോട്ടുമുഖം പദ്ധതി, അങ്ങനെ തുടങ്ങിയുള്ള വിവിധ വലിയ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായ പദ്ധതികളൊക്കെ തന്നെ ഇന്ന് മുടങ്ങിക്കിടക്കുക. അതുപോലെ നാഷണൽ ഹൈവേയുടെ പണി, നാഷണൽ ഹൈവേയിൽ ഇന്ന് ഈ പുതുക്കാട് സെൻറ്ററിൽ 26ലധികം ആളുകൾ ആക്സിഡൻറ്റിൽ മരിച്ചു വീഴുകയുണ്ടായി. അപ്പോൾ അതിനുള്ള ഓവർ ബ്രിഡ്ജിൻ്റെ പണി പൂർത്തീകരണം, അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പദ്ധതികളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതെല്ലാം സ്പീഡാക്കി വളരെ പെട്ടെന്ന് തന്നെ തീർക്കണം. മാത്രമല്ല ഈ ഗവൺമെൻറ് തീർച്ചയായിട്ടും UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ എന്നെ സ്വീകരിക്കും. അത് തീർച്ചയാണ്. ഞങ്ങൾ എല്ലാ തരത്തിലും ഈ പ്രദേശത്തു നിന്ന് ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് വലിയ സ്വീകാര്യതയാണ് എനിക്ക് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത്. തീർച്ചയായും ഞങ്ങൾ ജയിക്കും. അതുപോലെ തന്നെ ചിമ്മിനി ഡാമിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അവിടെ ടൂറിസം പദ്ധതികൾ അടക്കമുള്ള പദ്ധതികൾ, ഒട്ടേറെ പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി വിവിധ പ്രവർത്തനങ്ങൾ എനിക്കിവിടെ നടത്താനും അത് പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പദ്ധതി ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ. തീർച്ചയായും ജനങ്ങൾ വിലയേറിയ അവരുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കും. സർക്കാരിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകും എന്നും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കുന്നു. ആളൂരിൽ 8 ലക്ഷം രൂപയുടെ ജോബ് വിസ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ചെന്നൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശങ്കർ ഗണേഷിനെയാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. 2023-ൽ കൊറ്റനല്ലൂർ തുമ്പൂർ സ്വദേശിക്ക് UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രൂപ വാങ്ങിയ ശേഷം വിസയും ജോലിയും ശരിയാക്കി നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയതായാണ് കേസിനാസ്പദമായ സംഭവം. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയി വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പ്രതി ദുബായിൽ നിന്നും ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ ചെന്നൈയിലേക്ക് അയച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആളൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു S. ചെറിയാൻ, GSI-മാരായ ജയകുമാർ, ജെയ്സൺ, GSCPO-മാരായ സമീഷ്, ലിജു ആന്റണി, CPO ആദർശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ പാചകവാതക വിതരണം സ്തംഭിച്ചതോടെ പ്രതിഷേധവുമായി ഹോട്ടൽ ഉടമകൾ രംഗത്തെത്തി. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വരുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ച് സൂചനാ പണിമുടക്ക് നടത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായി നാളെ വിവിധ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും. ഓൾ കേരള കെമിസ്റ്റ്സ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ്സ് അസോസിയേഷൻ പുതുക്കാട് യൂണിയൻ്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ KO പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ഗ്രിഗറി മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ ജോജു ജോസഫ്, പുതുക്കാട് യൂണിറ്റ് ട്രഷറർ ജീജ കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരും മരുന്ന് വ്യാപാരികളാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താ ഏറ്റവും വില കൂടുതൽ മേടിക്കാൻ വരുന്നതിനുള്ള ഭാവത്തിലാണ് വരുന്നത്. അപ്പൊ ഇത്തരം ഒരു സംരംഭത്തിൽ എന്റെ ഭാരം കൂടി ഞാൻ തുറയ്ക്കണമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ അതില് ഒരു സത്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പണ്ട് ഇത് ഒരു നല്ലൊരു ബിസിനസ് ആയിരുന്നു. നാട്ടിൽ നല്ലൊരു നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. ഒരു ലോൺ തരാനൊക്കെ ഒരു മെഡിക്കൽ ഷോപ്പുകാരനാണെങ്കിൽ ഒരു ഡോക്ടറാണല്ലോ ബാങ്കുകാർ ഈസിയായിട്ട് തന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടം മാറി. നമ്മളതിനനുസരിച്ച് മാറി ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടതിൻ്റെ അർത്ഥം.
മകൻ എന്നിട്ടിപ്പോൾ അവന് ഐസർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, ഭോപ്പാലിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഗവൺമെൻറ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലത് പരിഹരിക്കപ്പെടേണ്ടതാണ്, ചിലത് നമുക്കത് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ ആരോട് പറയും അല്ലെങ്കിൽ അത് എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ളതിന് ഒരു രൂപവുമില്ലാത്ത ഒരു ബിസിനസ്സാണ് നമ്മുടേത്. ഉദാഹരണം പറഞ്ഞാൽ എക്സ്പയറി അല്ലെങ്കിൽ GST. നമ്മൾ സാധനം GST കൊടുത്ത് വാങ്ങുന്നു, തിരിച്ചെടുക്കുന്ന ചില കടകൾ നമുക്ക് GST അതിൽ തരുന്നില്ല. നിയമവശം പറയുന്നത് വാങ്ങിയ പോലെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണ്. എന്നാൽ ആവശ്യപ്പെട്ടാൽ ചില കടക്കാർ നമുക്ക് തരും, അല്ലാത്തത് 0 തന്നെ. അതിനും ഒരു വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ ഈ AKCDA ഭാരവാഹികളും നമ്മളും ഒക്കെ തന്നെയാണ്. നമുക്ക് ഭീഷണിയായിരിക്കുന്ന കുത്തക, ഭൂഷണ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വ്യവസായികളുടെ കടന്നുകയറ്റവും നമ്മുടെ വ്യവസായത്തിന്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വളരെ വേദന ഉണ്ടാക്കുന്ന വസ്തുതയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ജില്ലാ ഭാരവാഹികളോട് വന്നിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 19 മുതൽ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21-ന് കൊടിയേറ്റ് പ്രതിഷ്ഠാദിനാഘോഷം, ധർമ്മദൈവ സർപ്പബലി, 23-ന് പൊങ്കാല, കളമ്പാട്ട്, ദേശഗുരുതി, 24-ന് കളഭാഭിഷേകം, 25-ന് ഉത്സവ ബലി, 26-ന് പള്ളിവേട്ട, 27-ന് ആറാട്ട് എന്നിങ്ങനെയാണ് ഉത്സവ ചടങ്ങുകൾ. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് KI പുരുഷോത്തമൻ, വൈസ് പ്രസിഡന്റ് VA ചന്ദ്രൻ നായർ, ദേവസ്വം സെക്രട്ടറി ശശി കോമ്പാത്ത് എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്, മാർച്ച് 24 ചൊവ്വ കളഭാഭിഷേക ബലി, തട്ടകത്തെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാവിരുന്ന്, മാർച്ച് 26 വ്യാഴം മഹോത്സവം, ശീവേലി, എഴുന്നള്ളിപ്പ്, പള്ളിവേട്ട, മേളം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സന്തോഷത്തോടെ അതിലേറെ ആദരവോടെ ഉത്സവത്തിലേക്ക് ക്ഷണിക്കുന്നു. കൊടകര പൂനിലാർക്കാവ് ദേവസ്വത്തിന് കീഴിലെ കുന്നത്തിർക്കോവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായുള്ള ധനശേഖരണാർത്ഥം ഏപ്രിൽ 1 മുതൽ 13 വരെ കൊടകര ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ അമ്യൂസ്മെന്റ് പാർക്ക്, കാർഷിക വിപണന പ്രദർശനമേള, പെറ്റ് ഷോ, ഓട്ടോ ഷോ, മറൈൻ മിറാക്കിൾസ്, മത്സ്യകന്യക ഷോ തുടങ്ങിയവ ഉണ്ടാകും. പൂനിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇളയത്ത് രവീന്ദ്രൻ, ഉണ്ണി പോറോത്ത്, E രഘുനന്ദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാത്രി 10 മണി വരെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം കൊടകര കുന്നത്തിർക്കോവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിക്കലാണ് മുഖ്യ അജണ്ട. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തില് മത്സ്യകന്യക, പെറ്റ് ഷോ, മറൈൻ മിറാക്കിൾ, കൺസ്യൂമർ ഷോ, ഫുഡ് കോർട്ട്, ഓട്ടോ ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, ഫാമിലി ഗെയിം, കാർഷിക വിപണന പ്രദർശനമേള, ഇത്തരം ഷോകളും കൂടെ നിരവധി സ്റ്റാളുകളും. ചെട്ടിച്ചാൽ മണ്ണാമ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മാസം 21 മുതൽ 24 വരെ അഷ്ടബദ്ധ നവീകരണ കലശം നടക്കും. 21-ന് ആചാര്യവരണം, വിഷ്ണു സഹസ്രനാമം, പുരാണ പാരായണം, 22-ന് ദുരിതദോഷ ആവാഹനം, തിലഹോമം, 23-ന് ബിംബശുദ്ധിക്രിയകൾ, ബ്രഹ്മകലശ സാമൂഹ്യ ആരാധന, 24-ന് വാദ്യനാമ ജപഘോഷത്തോടെ ബ്രഹ്മകലശവും അഷ്ടബന്ധവും, എഴുന്നള്ളിപ്പ്, ജീർണാഷ്ടബന്ധം കളയൽ, അഷ്ടബന്ധന്യാസം, ബ്രഹ്മകലശാഭിഷേകം, അമൃതഭോജനം, അന്നദാനം എന്നിവയാണ് ചടങ്ങുകൾ. ചാലക്കുടിയിൽ പൂട്ടിക്കിടന്ന തിയേറ്ററിൽ മോഷണം നടത്തിയ പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശിയായ പ്രതി പിടിയിൽ. ചാലക്കുടിയിൽ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ കയറി ലക്ഷക്കണക്കിന് രൂപയുടെ അലൂമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മുഹമ്മദ് സലീമാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്.
ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ചാലക്കുടി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന തിയേറ്ററിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ പ്രതി അവിടെയുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയോളം വില വരുന്ന അലൂമിനിയം ഗ്ലാസ് വർക്കുകൾ നശിപ്പിച്ചു. തുടർന്ന് ഇതിലെ അലൂമിനിയം ചാനലുകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO ശശികുമാർ, SIമാരായ അജൽ വസന്തകുമാർ, ASI വിനോദ്, CPO അമൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ തിരുനാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 7-ന് ആമ്പലൂർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്ന് തീർത്ഥാടന പദയാത്ര പുതുക്കാട് ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറേത്ത് ഉദ്ഘാടനം ചെയ്യും. പദയാത്ര 10 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. 10:30-ന് പള്ളിയിൽ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികനാകും. ഫാദർ നോബിൾ ഐനിക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ശ്രാദ്ധവൂട്ട് ഉണ്ടായിരിക്കും. രാവിലെ 6-നും ഉച്ചതിരിഞ്ഞ് 3-നും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അക്ഷയയുടെ സംരംഭകരാകാൻ മാർച്ച് 19 വരെ അപേക്ഷ സമർപ്പിക്കാം. ജില്ലയിലെ 70 സ്ഥലങ്ങളിലേക്കാണ് അക്ഷയ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നത്. പൊതുവിഭാഗത്തിൽ 64 സ്ഥലങ്ങളിലേക്കും പട്ടികജാതി വിഭാഗത്തിൽ 2, പട്ടികവർഗ വിഭാഗത്തിൽ 4 സ്ഥലങ്ങളിലേക്കുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 0487238689. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മടവാക്കരയിൽ കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത് പരിഭ്രാന്തി പരത്തി. ചോർച്ചയുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കിടെ. പാചകവാതക പൈപ്പ് ലൈൻ ചോർച്ചയെ തുടർന്ന് അതീവ ജാഗ്രത നിലനിൽക്കുന്ന പാലിയേക്കരയിൽ നാട്ടുകാരെ പരിഭ്രാന്തരാക്കി തീപിടുത്തം. പുതുക്കാട് നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം. ആളൂരിൽ 8 ലക്ഷം രൂപയുടെ ജോബ് വിസ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ചെന്നൈ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ പുതുക്കാട് യൂണിയന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഈ മാസം 19 മുതൽ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.